സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു ബെസിക് ബ്ലോഗുമായിട്ട് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ നിങ്ങളെല്ലാവരും പുറകെ കിടക്കുന്ന വണ്ടി കാണുമ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടായിരിക്കും, നമ്മൾ ഷാജി മസ്താനല്ലേ ഗൈസ്. ഇപ്പോൾ ഞാൻ ഷാജി മസ്താനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇടയ്ക്ക് ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെറുക്കനെ ട്രിപ്പിൻ്റെ ഇടയിൽ വെച്ച് പിടിക്കുക, CF കട്ടൊക്കെ ചെയ്ത് നമ്മുടെ ലിപ്പ് കാര്യങ്ങളൊക്കെ ഒരു സ്റ്റിക്കറും എല്ലാം ഗ്രാഫിക്സ് നമ്മൾ കളഞ്ഞിട്ടില്ല. നമ്മുടെ നെയിമിൻ്റെ എഡിഷൻ നെയിമും മെയിൻ നെയിമിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ പറിച്ച് വണ്ടി ഇപ്പം വർക്ക്ഷോപ്പിൽ പണിക്കായിട്ടൊക്കെ കിടന്നേക്കാണ് ഗൈസ്. ഇപ്പോൾ കുറച്ച് വർക്കുകളൊക്കെ ഊരി മാറ്റാനായിട്ടൊക്കെ കിടക്കാണ് ഗൈസ്. അപ്പം നമ്മൾ ആ ഇടയ്ക്ക് നമുക്ക് ഓട്ടം പോകണമല്ലോ, ഓട്ടം പോകാനായിട്ട് നമ്മളൊരു സെക്കൻഡ് DMR നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചെറിയൊരു പൈസ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ അടച്ചിട്ട് നമ്മൾ അടയ്ക്കണം ഗൈസ്. ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറച്ച് ഡിലേ ആയിട്ടാണ് നമ്മൾ ബസ്സിൻ്റെ വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഡിലേ ഇല്ലാതെ വരാൻ പറ്റണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമല്ല ഗൈസ്. Let's start the video. We're almost home! Gotta catch 'em all! 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 നമ്മുടെ ചെറുക്കൻ്റെ ഇപ്പോഴത്തെ ലുക്ക്, ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഒരു സൈഡ് പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ സൈഡിലോട്ടൊന്നും ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. പിക്സല് നെയിം ബോർഡും ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ലാഗ് കാണും, എല്ലാവരും നമ്മുടെ ചെറുക്കൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. അപ്പം ഇതിന് കുറച്ച് പണിയാളികളൊക്കെ ഉണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ട് വിശദമായിട്ട് പറയാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനി വണ്ടിയുടെ പണികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടിയുടെ നമ്മുടെ എയറിൻ്റെ ടാങ്കിന് ലീക്കുണ്ട് ഗൈസ്. എയറിൻ്റെ ടാങ്കിന് ലീക്കുണ്ട്, പൈപ്പിന് ലീക്കുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ലീക്കാണ് വണ്ടി. പിന്നെ നമ്മുടെ സൈഡ് പൊളിഞ്ഞിട്ടുണ്ട് ഗൈസ്, നല്ല കണ്ട പോലെ. പിന്നെ നമ്മുടെ ക്യാം ഷാഫ്റ്റും ക്ലച്ചും എല്ലാം പോയി കിടക്കണം. കുറച്ച് എഞ്ചിൻ പണിയുണ്ട്. പിന്നെ നമുക്ക് വണ്ടി അത്ര കത്തിച്ച് കയറ്റാനൊന്നും പറ്റത്തില്ല ഗൈസ് ഈ ഒരു സിറ്റുവേഷനിൽ. നമ്മളപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മളിപ്പോൾ ക്യാഷ് കിട്ടുന്നത്. നമ്മൾ ഈ വണ്ടിയിൽ അത്ര സ്റ്റിക്കർ അടിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. BMRൽ തന്നെ ചെയ്യുന്നതൊക്കെ നമ്മൾ ക്ലീനായിട്ട് കൊണ്ടു നടക്കാനായിട്ടാണ് എൻ്റെ ഒരു പ്ലാൻ ഗൈസ്. ഇനി ഏതായാലും നേരെ നമുക്ക് അങ്ങോട്ട് കത്തിക്കാം കേട്ടോ. ഈ സൈഡിൽ നോക്കിയിട്ട് റൂട്ടൊന്ന് നോക്കട്ടെ. ഓക്കെ, വഴി കാര്യങ്ങളൊക്കെ നോക്കി ഇവിടുന്ന് ഒരു പമ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വളരണം ഗൈസ്. പമ്പിൻ്റെ അവിടെ അതിൽ ഒത്തിരി സ്പീഡ് കാര്യങ്ങളൊന്നും കയറാൻ പറ്റില്ല. കാരണം നമ്മൾ വണ്ടി എടുത്ത സമയത്ത് ഈ ലീക്ക് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതാണ് ഗൈസ് ഇവിടെ വെൽഡ് ചെയ്ത് അടച്ചു വെച്ചേക്കാണ് ലീക്ക്. ഒത്തിരി നമ്മൾ പ്രഷർ ലെയർ അടിച്ച് നമ്മൾ സ്റ്റാർട്ടിങ് കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്ക് പോവും. കാരണം ഫുള്ള് തുരുമ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിനിമലായിട്ട് എയർ ഫുള്ളാക്കാതെ നമ്മൾ കേസ് നമ്മൾ വണ്ടി ഓടിക്കുക. കാരണം നമ്മൾ നല്ല സ്പീഡിൽ പോകുമ്പോൾ വണ്ടി ചവിട്ടിയാൽ കിട്ടത്തില്ല. സോ അതൊക്കെ കൊണ്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ സൈഡിൽ അങ്ങോട്ട് വളച്ച് കയറ്റിയാൽ മതി. പിന്നെ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ ചില സ്പീക്കറിൻ്റെ ഒക്കെ വയറൊക്കെ ഊരിയിട്ടൊക്കെയാണ്. ചില സബിൻ്റെ ഒക്കെ വയറും ഊരിയിട്ടൊക്കെയാണ്. സബ് കുറച്ചൊക്കെ നമ്മൾ ബൈൻഡ് ചെയ്യാനായിട്ട് കൊടുക്കണം ഗൈസ്. ബൈൻഡ് ചെയ്യാനും കാര്യങ്ങൾ കൊടുക്കണം. അപ്പുറ സൈഡിലോട്ട് ഇടാം ഗൈസ്. കാരണം ഇവിടെ വണ്ടികളൊക്കെ ടെസ്റ്റ് ഡ്രൈവിന് പോയിക്കോ. നമ്മളെ വണ്ടി ഇപ്പോഴും പണി തീരാൻ ചാൻസ് കുറവാണ്. ഒരു ടേപ്പ് ടേപ്പ്
ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മള് ഒരു റെഡ് തീമാണ് കഴിച്ച് വണ്ടി, റെഡ് തീം. അപ്പം ഞാൻ വണ്ടി ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ വെളിയിലോട്ട് ഇറങ്ങട്ടെ ഗൈസ്. ഞാൻ വെളിയിൽ നിന്നുള്ള ഷോട്ട് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് വെളിയിൽ നിന്നുള്ള ഷോട്ട്. വണ്ടിയുടെ പിക്സൽ കാര്യങ്ങളൊക്കെ ഓണായി കിടപ്പുണ്ട്. പിക്സല് നമ്മുടെ ഈ സൈഡ് പിക്ചർ ആണെങ്കിലും നമ്മുടെ മെയിൻ ആയിട്ടുള്ള നെയിം ബോർഡിന്റെ പിക്ചറാണ്. നെയിം ബോർഡിന്റെ പിക്ചർ RGB ആണ്. ഇതൊക്കെ നമ്മളെ വണ്ടി മേടിക്കുമ്പോൾ തന്നെ അവർ തന്നെ അവർ വർക്ക് കാര്യങ്ങളൊന്നും ഊരിയിട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ പാനലിന്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വണ്ടിക്ക് എഞ്ചിൻ പണിയും കവളിന്റെ ഒരു പണിയുള്ളൂ. അതാണ്. പിന്നെ ഇവർക്ക് അവർ പുതിയ 2 വണ്ടി എടുത്തു. അപ്പോൾ മൂന്നാമതൊരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് കേസ് അവർ ഈ വണ്ടി അവർ കൊടുത്തു. നമുക്ക് അതിന് നമ്മുടെ വണ്ടി CF കട്ടായി കിടക്കുന്നുണ്ട്. നമുക്ക് ഓട്ടം കുറവാണ്. ഓട്ടം എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേസ് നമുക്ക് തൽക്കാലത്തേക്ക് ഈ BMR അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ ഈ നെയിമും കാര്യങ്ങളും എഡിഷനും കൊടുക്കും. നമ്മൾ അകത്ത് കയറിയിട്ടുള്ള വിഷ്വലുകാരും കാണിച്ചത് വണ്ടിയുടെ അകത്ത്. ഇതാണ് കേസ് നമ്മുടെ വണ്ടിയുടെ അകത്തത്തെ ഒരു വിഷ്വല്. നമ്മുടെ പഞ്ച് ബോക്സ് കാര്യങ്ങൾ 4 സപ്പാണ് കേസ് വരുന്നത്. അതിൽ 2 സൈഡിലുള്ള 2 എണ്ണത്തിൻ്റെ വയർ ഊരിയിട്ടേക്കാണ്. പിന്നെ നമ്മൾ 12 മിഡ് റേഞ്ചിൽ വരുന്നതാണ്. 12 റേഞ്ചിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഫുൾ റേഞ്ച് അത് അറിഞ്ഞൂടെ. സ്പീക്കറിന്റെ പരിപാടി എനിക്ക് അറിഞ്ഞൂടെ. സ്പീക്കറിന്റെ കാര്യം നമ്മളെ കിളിക്കായിരുന്നു അറിയാനത്. ചെറുക്കൻ ഇപ്പം അക്ഷയ് ഇപ്പം പോയി ഗൈസ്. അക്ഷയ് ബ്രോ ഇപ്പം ദുബായിൽ സെറ്റിലായ കാര്യങ്ങൾ. ഇപ്പം നമുക്കൊരു കിളീന് കാര്യങ്ങളൊക്കെ അപ്പം ചെയ്യണം ഗൈസ്. അപ്പം കുറച്ച് സ്പീക്കറിൻ്റെ കയ്യിൽ അവർ പറഞ്ഞ് ബൈൻഡിങ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും പരിപാടികളൊക്കെ ചെയ്യണം ഗൈസ്. ഇപ്പം നമ്മളേതായാലും വണ്ടി എങ്ങനെ പോലും ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പണിയെല്ലാം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് വർഷപ്പിന് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വെളിയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഗൈസ് വണ്ടി 5-6 ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്താൽ പറ്റത്തുള്ളൂ. അതുവരെ നമ്മുടെ ചെറുക്കൻ്റെ മറ്റേ ഷാജി മസ്താൻ്റെ പരിപാടിയൊക്കെ എങ്ങനെയാലും ശ്രദ്ധിക്കണം. പിന്നെ ഒരു ബാക്കിൽ ഞാൻ അധികം BMRലൊന്നും കാണാത്തൊരു പരിപാടി. ബാക്ക് ഗ്ലാസ് ഫുള്ളും വൈറ്റ് ബ്ലാക്ക് തീമാണ് ഗൈസ്. അവിടെയും കൂടെ നമുക്കൊരു നെയിം കൊടുത്താൽ കൊള്ളാം എന്നുണ്ട്. ബാക്കിയൊക്കെ വെച്ചോക്കുമ്പോൾ വണ്ടി പക്കാണ് ഗൈസ്. പെയിൻറ്റിങ് ആണെങ്കിലും പെയിൻറ്റിങ് അവിടെ ഇവിടെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടെന്നുള്ള വണ്ടി ഇടിച്ചതിൻ്റെ. നമുക്ക് ലിപ്പ് മാറണം. പിന്നെ നമ്മളെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഊരി വെച്ചേക്കണം ഗൈസ്. അപ്പോൾ അത് നമ്മൾ ഇടണം. പിന്നെ കവിള് മാറ്റണം. ഹെഡ്ലൈറ്റ് പോയി. ഹെഡ്ലൈറ്റും അതിൻ്റെ സൈഡിലത്തെ ഫോഗും പോയി ഗൈസ്. അത് നമ്മൾ സ്വിച്ച് ഇടുമ്പോഴല്ലേ ഗൈസ് ഓൺ ആവുന്നത്. നമ്മൾ സ്വിച്ച് ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് ഓൺ ആവുന്നത്. പെട്ടെന്ന് തന്നെ ഓഫ് ആവുകയും ചെയ്യും ഗൈസ്. അത് കാരണം ഫോഗ് കംപ്ലൈൻ്റ് ആണ്. പിന്നെ സെക്കൻഡ് ഹാൻഡ് വേണ്ടി നമ്മൾക്ക് ഇത്രയും കിട്ടി തന്നെ നമുക്ക് നല്ലൊരു ലക്കായിട്ടാണ് കഴിച്ചാൽ തോന്നുന്നത്. കാരണം അത്രയും വർക്കുണ്ട് കേസ്. പിന്നെ വർക്ക് ലോഡായിട്ടുള്ള വണ്ടിയുണ്ട്. പിന്നെ ചെറിയ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളി വണ്ടിക്ക്. പിന്നെ നമ്മളിനി ബസ്സിൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം കേസ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം കഴിച്ച് ഈ ഗെയിമിന് ഒപ്റ്റിമൈസേഷൻ തീരെ കുറവാണ്. അത് ഞാനുള്ള കാര്യം പറഞ്ഞു. ഒപ്റ്റിമൈസേഷൻ ഭയങ്കര കുറവാണ് കേസ്. അതും കൂടി ഡെവലപ്പേഴ്സ് സെറ്റ് ആക്കുവാണെങ്കിൽ ചൂട് നൈസായിരുന്നു. കാരണം സ്ക്രീൻ റെക്കോർഡർ നോക്കുമ്പോൾ അത്യാവശ്യം ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ ബസ്സിൻ്റെ വീഡിയോസായിട്ട് ഗൈസ് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഗുഡ് ബൈ ടാറ്റ. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ടേക്ക് റൈറ്റ്.